റോണ്ടി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മത്സരങ്ങളൊക്കെ ചൂട് പിടിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം അതിഥികൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മോടൊപ്പം ജാമിയ മദീനത്തുന്നൂറിൻ്റെ അലുമിനിയും സിവിൽ സർവീസിന് ശേഷം ജാമിയ മദീനത്തുന്നൂറിൻ്റെ മറ്റൊരു അച്ചീവ്മെൻ്റായി മാറിയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഫൈനൽ എക്സാം പാസ് ചെയ്യുകയും ചെയ്ത മുബാറക് നൂറാനിയാണ് നമ്മളൊപ്പം ചേരുന്നത്. സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ റണ്ട്യൂ കാണുമ്പോൾ പഴയകാല ഓർമ്മകൾ എന്തൊക്കെയാണ്? റണ്ട്യൂ കാലത്ത് പിന്നെ ഞാൻ 7 കൊല്ലം ഇവിടെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റണ്ട്യൂ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ അക്കാദമിക് ലൈഫ് നമുക്കുണ്ട്. +2 +1 ഈ ഒരു കാലയളവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിതാബ് അതിന് പുറമെ നമുക്ക് എന്തൊക്കെ അഡീഷണൽ ആയിട്ടുള്ള സ്കില്ലുകൾ കിട്ടുന്നുണ്ടോ അതെല്ലാം ഈ റണ്ട്യൂവിൽ വലിയൊരു റോള് റണ്ട്യൂവിനുണ്ടെന്നുള്ളതാണ്. നമ്മുടെ എഴുത്ത്, വായന, അതുപോലെ കവിത, കഥ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഒരു റിസർച്ച് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ലൈബ്രറി ഹാളിൽ കയറിയിട്ട് ഒരു 3 മണിക്കൂറോളം ഒരു വിഷയം തന്നിട്ട് 3 മണിക്കൂർ ലൈബ്രറിയിലെ പുസ്തകം ഏതും എടുത്ത് നമ്മളൊരു റിസർച്ച് പേപ്പർ ആ ഒരു 3 മണിക്കൂറിൽ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഹൈക്കു. എനിക്ക് ഒരു ഓർമ്മയുള്ളത് പറഞ്ഞാൽ ഹൈക്കുവിലൊക്കെ ഒരു പ്രാവശ്യം ഞാൻ ടീം ലീഡർ ആയിരുന്നു ഒരു പ്രാവശ്യം ഇവിടെ റണ്ട്യൂവിൽ. ആ സമയത്തൊക്കെ ഹൈക്കൂവിൽ ഒരു ഫസ്റ്റ് കിട്ടിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ടീം ലീഡർ ആയിരിക്കും ഒരു ഫസ്റ്റ് കിട്ടിയ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ റണ്ട്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അക്കാദമിക് ലൈഫിന് പുറമെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്കില്ല് വളരെ കുറേ എഴുത്തും വായനയും എല്ലാം പഠിപ്പിച്ചു തരുന്ന വലിയൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നു. തീർച്ചയായും. അപ്പോൾ ഹക്കീം ഉസ്താൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടാവുക എന്നുള്ളത്, നൂറാനുമാലിന്. അപ്പോൾ അത് നേടിയെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം ഡിഗ്രിക്ക് ശേഷം PG ലെവലിലൊക്കെ ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ട് ഫൗണ്ടേഷൻ ലെവൽ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അതെ, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കിതാബും പുറമെ CA ഒക്കെ പഠിക്കുന്നതിന് പുറമെ നമുക്ക് കിതാബുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ ലൈഫ് ചിലപ്പോൾ ഡിഗ്രി സൈഡിലായിട്ടുണ്ടാവാം. അതിന് പുറമേ ആയിരിക്കും നമ്മൾ CA എടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഒരു സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക്കാണ് സംഭവം, എല്ലാം കൂടെ ഒന്നിച്ച് പോകുക എന്നുള്ളത്. പക്ഷേ ആ ഒന്നിച്ച് പോവുക എന്നുള്ളത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു അസറ്റായിട്ട് മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ അസറ്റ് എന്നൊക്കെ വിളിക്കുന്ന പോലെ വലിയൊരു അസറ്റ് ആയിരിക്കും സത്യം പറഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളത്. കാരണം എൻ്റെ അനുഭവം തന്നെ ഫൗണ്ടേഷൻ എക്സാം ഞാൻ പൂനൂരിൽ നിന്ന് എഴുതുന്നത്. ആ ഫൗണ്ടേഷൻ എക്സാമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻ്റർമീഡിയറ്റിനേക്കാളും വലിയ സന്തോഷവും അതുപോലെ തന്നെ വലിയ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫൗണ്ടേഷൻ്റെ അത്രയും. കാരണം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കിതാബുകളുണ്ട്, അതുപോലെ തന്നെ ബാക്കി 1ാം ദർസ് കാര്യങ്ങൾ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫൗണ്ടേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അതും സ്റ്റഡി ലീവ്, വളരെ ചെറിയൊരു സ്റ്റഡി ലീവിൽ നമ്മുടെ ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പിന്നീട് നമ്മൾ വെറും ഇൻ്റർമീഡിയറ്റിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു ഗ്യാപ്പ് കിട്ടുന്ന പോലെ തോന്നും. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നാതിരുന്നതിൻ്റെ കാരണം അതായിരുന്നു. ഈ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇതിന് ശേഷം കോച്ചിങ് അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകണോ, അതല്ല നമുക്ക് തന്നെ സ്വന്തമായ രീതിയിൽ ഇപ്പം ഈ ഫൗണ്ടേഷൻ ലെവലിൽ ചെയ്യുന്നവർ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കോച്ചിങ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? നമ്മുടെ ഈ കൊറോണ കാലത്തിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഫൈനൽ എക്സാം വരെ ഞാൻ ഞാൻ എല്ലാം ഏകദേശം ഇൻ്ററും ഫൈനൽ എക്സാമുകളെല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സുകളാണ്, റെക്കോർഡഡ് ക്ലാസ്സുകളാണ് വാങ്ങിച്ചത്. എന്നിട്ട് ആ സാർമാർ നമുക്ക് ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡൗട്ട് ക്ലിയറിംഗ് ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രശ്നം. കാരണം റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും, ലൈവ് ആയിരിക്കില്ല, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കേൾക്കാം. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സാർമാർ പൊതുവെ എന്ത് ചെയ്യും, നമ്മുടെ സാർമാർ അതിൻ്റെ ക്ലാസ്സുകൾ അവർക്ക് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളും ആയിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ആയുള്ള ഗ്രൂപ്പുകളുണ്ട്, ഫ്രണ്ട്സിനോട് ഡൗട്ട് ചോദിക്കാം. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു സാധ്യതയാണ്. നമുക്ക് പോയി ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല, പ്രത്യേകിച്ച് മദീനത്തുന്നൂറിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് കേൾക്കുക എന്നുള്ളത് പലപ്പോഴും പല സമയങ്ങളുണ്ടാവും. ഒരു കോളേജിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈലുകളൊന്നും കൂടുതൽ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ വെറുതെ ഫ്രീ ടൈമൊന്നും അങ്ങനെ നമ്മൾ വെറുതെ പാഴാക്കി പോകാത്ത കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയ ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായും നമ്മോട് ചേർന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ധാരാളം CA-ക്കാരും അതേ കണക്ക് തന്നെയുള്ള പ്രൊഫഷണൽസും നമ്മളിൽ നിന്നുണ്ടാവണം, ഉണ്ടായി വരട്ടെ. നമ്മോടൊപ്പം വേദികരികിൽ നിന്ന് ധാരാളം അതിഥികൾ ഇനിയും ചേരാനുണ്ട്. റണ്ട്യൂവിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.